നമസ്കാരം. നിങ്ങൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ പോസ്റ്റ് ഓഫീസിലാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഉയർന്ന പലിശ വരുമാനം മറ്റേത് ബാങ്കുകളിൽ നിന്നും കിട്ടാത്തത്രയും നല്ല ഉയർന്ന പലിശ വരുമാനമാണ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം പ്രൈവറ്റ് ബാങ്കുകളും സഹകരണ സ്ഥാപനങ്ങളും മറ്റ് പ്രൈവറ്റ് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പണം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണം എപ്പോൾ പോയി എന്ന് മാത്രം ചോദിച്ചാൽ മതി. ഉയർന്ന പലിശ തരുമായിരിക്കും. പക്ഷേ നമ്മുടെ പണം ഡിപ്പോസിറ്റ് ചെയ്ത പണം വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ആ സ്ഥാപനവും ഉണ്ടാവില്ല, ആ പണവും തിരിച്ചു കിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ മുഴുവൻ ഗ്യാരണ്ടിയോടുകൂടി നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിൽ ഡിപ്പോസിറ്റ് ചെയ്താലോ ആ പണം കൃത്യമായിട്ട് നമ്മൾക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും. പലിശയും പറഞ്ഞ പലിശ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു അടിപൊളി സ്കീമിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. അതായത് പോസ്റ്റ് ഓഫീസിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നല്ല ഉയർന്ന പലിശ വരുമാനം നേടാൻ പറ്റുന്ന സ്കീമിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ എത്ര രൂപ വേണമെങ്കിലും ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് 1 വർഷ കാലാവധി, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നിങ്ങനെ 4 സ്റ്റേജിൻ്റെ കാലാവധികളിലാണ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപയുണ്ടെന്ന് വയ്ക്കുക. അത് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്താൽ 6.9% പലിശ, വാർഷിക പലിശ കണക്കാക്കിക്കൊണ്ട് ആ 1 വർഷമാകുമ്പോഴാണ് നിങ്ങൾക്ക് പലിശ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക. നിങ്ങൾ 2 വർഷത്തേക്കാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ 7% പലിശ വെച്ച് 2 ലക്ഷത്തിന് നിങ്ങൾക്ക് 14,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 വർഷമാകുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പലിശ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ 3 വർഷം കഴിയുമ്പോൾ 7.1% പലിശയാണ് കിട്ടുക, വാർഷിക പലിശ. 5 വർഷത്തേക്ക് ഇടുകയാണെങ്കിലോ നല്ല പലിശ, അതായത് 7.5% പലിശ, വാർഷിക പലിശ കണക്കാക്കിക്കൊണ്ട് 5 ലക്ഷത്തിനുള്ള പലിശ 1 വർഷത്തേക്ക് എത്ര പലിശ വരുന്നുണ്ടോ അത് മുഴുവനായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഓരോ വർഷവും അക്കൗണ്ടിലേക്ക് പലിശ കയറുന്നതാണ്. ബെസ്റ്റ് സ്കീമാണത്. പക്ഷേ നിങ്ങളുടെ ഈ പണം എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്താലും ആ 1 രൂപ പോലും പോവില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ മറ്റു ബാങ്കുകളിലോ അങ്ങനെയല്ല. ബാങ്കുകളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊന്നും അങ്ങനെയല്ല. ഇൻഷുറൻസ് തുകയായിട്ട് 5 ലക്ഷം രൂപ മാത്രമേ നമ്മൾക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. നമ്മളൊരു 20 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്താൽ ആ ബാങ്ക് പൊളിഞ്ഞു പോയാൽ നമ്മൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് മാത്രമാണ് ആ ഡിപ്പോസിറ്റ് മേലിൽ ഉള്ളത്. അതുകൊണ്ട് 5 ലക്ഷം രൂപ മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ. പോസ്റ്റ് ഓഫീസിൽ അങ്ങനെയല്ല. നിങ്ങൾ 20 ലക്ഷം രൂപ ഇട്ടാൽ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഇട്ടാൽ ആ മുഴുവൻ തുകയും പലിശ സഹിതം തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത്. 1 വർഷം, 2 വർഷം, 3 വർഷം, 5 വർഷം എന്നിങ്ങനെയുള്ള കാലാവധിയുള്ള ഡിപ്പോസിറ്റുകളാണ് പോസ്റ്റ് ഓഫീസിലുള്ളത്. നിങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുക, അവിടുത്തെ ഉദ്യോഗസ്ഥനോട് പറയുക ഇങ്ങനെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യണം, നിങ്ങൾ എത്ര വർഷത്തേക്കാണോ ഡിപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വർഷം പറയുക. അവരപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോസസ്സിംഗ് എല്ലാം പൂർത്തിയാക്കി നിങ്ങളുടെ ക്യാഷ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും പെട്ടെന്ന് തന്നെ ശരിയാക്കി തരുന്നതായിരിക്കും. നല്ല സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് വീട്ടിലിരിക്കാം, പണം പോകില്ല എന്ന ഒരു ഉറപ്പോടുകൂടി. അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കുകളിലോ മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറേ കൂടെ ഉയർന്ന പലിശ കിട്ടും. പക്ഷേ നമ്മുടെ പണത്തിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാഹചര്യമായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് വളരെ സമാധാനത്തോടു കൂടി വീട്ടിലിരിക്കുക. നിങ്ങളുടെ പലിശയും മുതലും കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും.